കുഞ്ഞിന് ചൂടുകുരു വരുന്നത് ചൂട് കൊണ്ടാണെന്ന് പലരും കരുതും അല്ലേ. പക്ഷേ പേരൻസ് ചെയ്യുന്ന കുറച്ച് ചെറിയ ചെറിയ മിസ്റ്റേക്സ് കാരണം കുഞ്ഞുങ്ങൾക്ക് ചൂടുകുരു വളരെയധികം കൂടാട്ടോ. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് കുഞ്ഞു മക്കൾക്ക് വരുന്ന ചൂടുകുരുവിനെ കുറിച്ചാണ് കേട്ടോ. ഈ ചൂടുകുരു വരുന്നത് നന്നായിട്ട് ചൂട് വരുന്ന ക്ലൈമറ്റിൽ ചൂടിൻ്റെ കൊണ്ട് മാത്രമല്ല, നമ്മൾ പേരൻസ് അറിയാതെ ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്സ് കൊണ്ടും കുഞ്ഞുങ്ങൾക്ക് ചൂടുകുരു കൂടാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. അപ്പോൾ കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതുപോലെ തന്നെ ചൂടുകുരു പെട്ടെന്ന് തന്നെ കുറയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താ, നമ്മൾ എന്തെല്ലാം ചെയ്താൽ പെട്ടെന്ന് ചൂടുകുരു കുറയും എന്നുള്ളത് കൂടിയാണ് നോക്കുന്നത്. ചൂടുകുരു സാധാരണയായിട്ട് ഉണ്ടാകുന്നത് വിയർപ്പ് കൂടുതലായിട്ട് ഉണ്ടാകുമ്പോൾ അത് ശരീരത്തിൽ നിന്ന് പുറത്തു പോകാതെ സ്കിൻ പോർസ് ബ്ലോക്ക് ആവുന്നത് വഴിയാണ് ഉണ്ടാകുന്നത് കേട്ടോ. കൂടുതലും കുഞ്ഞു കുഞ്ഞു ചൂടുകുരുകൾ പെട്ടെന്ന് സ്പ്രെഡ് ആവുന്നത് ഈ ഒരു കാരണം ഉള്ളതുകൊണ്ടാണ്. ഇനി ഇവയുടെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അമിത ചൂട്, അതുപോലെ ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടിപ്പിക്കുന്നത്, കട്ടിയുള്ള ബ്ലാങ്കറ്റുകൾ യൂസ് ചെയ്യുന്നത്, അതുപോലെ ഡയപ്പർ കൂടുതൽ സമയം യൂസ് ചെയ്യുന്നത്. കാരണം ഡയപ്പർ യൂസ് ചെയ്യുമ്പോൾ ആ ഏരിയ ഫുൾ നന്നായിട്ട് ചൂടാവുകയാണ്. ഈ ചൂട് മൊത്തത്തിൽ കുഞ്ഞുങ്ങൾക്ക് മുകളിലോട്ടും കൂടി വ്യാപിക്കാനായിട്ട് തുടങ്ങും ഒരുപാട് സമയം യൂസ് ചെയ്യുമ്പോൾ കേട്ടോ. അതുപോലെ ബോഡി എപ്പോഴും ഒരു ഈർപ്പമുള്ള പോലെ ഇരിക്കുക, അതായത് കുളിപ്പിച്ചിട്ടൊക്കെ വന്നു കഴിയുമ്പോൾ തോർത്തുന്നത് ശരിയാവാതെ അവിടെ ഇവിടെയും വെള്ളം ഇരിക്കുക. അതുപോലെ ഡയപ്പർ നന്നായിട്ട് ഡയപ്പറിൽ യൂറിൻ ഫുള്ളായി കഴിഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു കട്ടി കാരണം കുഞ്ഞുങ്ങൾക്ക് ഡയപ്പറിലോട്ട് ഇനി സ്പേസ് ഇല്ല, സ്കിന്നിലോട്ട് തന്നെ ആ ഒരു യൂറിൻ്റെ അംശങ്ങൾ പറ്റുന്ന ഒരവസ്ഥ. ഇവയൊക്കെ ആ ഒരു ഏരിയയിൽ ഭയങ്കര കൂടുതലായിട്ട് ചൂടുകുരുകൾ ഉണ്ടാക്കും കേട്ടോ. അതുപോലെ വേർപ്പ് കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു സമയത്ത്, ചൂട് കൂടുതലുള്ള സമയത്ത് കുഞ്ഞുങ്ങൾ വല്ലാതെ വേർത്തിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ അവിടെ കൂടുതൽ ചൂടുകുരുക്കൾ ഉണ്ടാവും. അതുകൊണ്ട് കുഞ്ഞു മക്കളുടെ കാര്യത്തിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവരെ ഒന്ന് തുടച്ചു കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ചൂട് കൂടുതലുള്ള ഒരു പ്രകൃതമാണ് എപ്പോഴും കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ ഇവർക്ക് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അവരുടെ ഏരിയാസ്, കഴുത്ത്, കക്ഷം, ഈ ഒരു ഏരിയാസ്, അല്ലെങ്കിൽ കാലിൻ്റെ ഇടുക്ക്, കൈമടക്ക്, ഇവയെല്ലാം ഒന്ന് തുടച്ചു കൊടുത്തോണ്ടേ ഇരിക്കണം കേട്ടോ. പിന്നെ വേറൊരു കാര്യമാണ്, പൗഡർ അല്ലെങ്കിൽ ക്രീംസ് ഒക്കെ ഉപയോഗിച്ച് ഈ പറഞ്ഞ വിയർപ്പുകളെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളാനുള്ള പോർസ് അടയ്ക്കുക എന്ന് ഞാൻ മുമ്പ് പറഞ്ഞില്ലേ. ഈ പൗഡറും ക്രീംസ് ഒക്കെ ഉപയോഗിക്കുന്നത് വഴി ആ പോർസ് അവിടെ അടിഞ്ഞ് ആ വിയർപ്പിന് പുറത്തേക്ക് പോരാനുള്ള ഒരു ഇതാണ് നമ്മളിവിടെ ബ്ലോക്ക് ചെയ്യുന്നത്. അപ്പോൾ അതും കുറയ്ക്കുക കേട്ടോ, ചൂടുകുരു കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഇനി കുഞ്ഞുങ്ങൾക്ക് ചൂടുകുരു കൂടുതലായിട്ട് വരുന്ന ഏരിയാസ് എന്ന് പറയുന്നത് കഴുത്ത്, പുറം, കക്ഷം, ഡയപ്പർ ഏരിയ, നെഞ്ച്, ഇവിടെയൊക്കെയാണ് കേട്ടോ. ഇനി ഇവിടെയെല്ലാം കൂടുതൽ വ്യാപിച്ചതിന് ശേഷം നമ്മൾ അങ്ങനെ ഒത്തിരി കെയർ ചെയ്യുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുഖത്തേക്കും കൂടി ചൂടുകുരു വരാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. ചൂടുകുരു ആണ് വരാൻ പോകുന്നതെന്നുള്ളതിൻ്റെ ഒരു സിംറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ചുവന്ന കുരുക്കൾ ചെറുതായിട്ട്, അത് 2-3 ദിവസം കൊണ്ടാണ് ചൂടുകുരുവിൻ്റെ ആ ഒരു രീതിയിലേക്ക് മൊത്തത്തിൽ അങ്ങ് വ്യാപിക്കുള്ളൂ. ചെറിയ ചുവന്ന തടുപ്പ്, ചെറുതായിട്ടുള്ള ഒരു കളർ മാറ്റമൊക്കെ ആയിരിക്കും ആദ്യം വരിക. പിന്നെ നല്ല ശക്തിയായിട്ട് ചൊറിയാനുള്ള ഒരു ടെൻഡൻസി, ചൊറിച്ചിൻ്റെ ഒരു ഇറിറ്റേഷൻ കുഞ്ഞുങ്ങൾക്ക് വളരെയധികം ഉണ്ടാവും. അതുപോലെ കുഞ്ഞ് അസ്വസ്ഥമായിട്ട് എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ, അതും ഈ ചൂടുകുരു വരാൻ പോവുകയാണെന്നുള്ളതിൻ്റെ ആ ഒരു തുടക്കത്തിൽ കുഞ്ഞുങ്ങൾ കാണിക്കുന്ന അസ്വസ്ഥതകളാണ് കേട്ടോ. ഇനി ഈ ചൂടുകുരു വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു തുടക്കം എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് എന്തൊക്കെ ചെയ്ത് ഇത് മാറ്റിയെടുക്കാം എന്നുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നല്ല ലൂസായിട്ടുള്ള ഡ്രസ്സുകൾ കുഞ്ഞുങ്ങളെ ധരിപ്പിക്കുക. അതും കോട്ടൺ ഡ്രസ്സുകൾ തന്നെ ധരിപ്പിക്കുക കേട്ടോ. ബോഡി എപ്പോഴും കൂളാക്കി വെക്കുക. അതായത് ഞാൻ പറഞ്ഞതുപോലെ കക്ഷം, കഴുത്ത്, കാലിൻ്റെ മടക്കുകൾ, കൈയുടെ മടക്കുകൾ, ഇവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് വെറ്റായിട്ട് നന്നായിട്ടൊന്ന് വെള്ളം ഇരിക്കുന്ന രീതിയിലല്ല, ഒന്ന് തുടച്ച് ഒരു നനഞ്ഞ തുണി വെച്ചിട്ട്, നനഞ്ഞ തുണിയിൽ ഒരുപാട് വെള്ളം നിൽക്കാത്ത രീതിയിൽ ഇങ്ങനെ ഒന്ന് തുടച്ച് അങ്ങനെ എടുക്കുക കേട്ടോ. അതായത് എപ്പോഴും അവിടെയൊക്കെ ഒന്ന് ഒരുപാട് ചൂട് ഇങ്ങനെ കൂടി നിൽക്കാതെ നന്നായിട്ടൊന്ന് തുടച്ചൊക്കെ എടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, വേർപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നന്നായിട്ട് ഡ്രൈ ആക്കി വെക്കുക കേട്ടോ. അതുപോലെ കഴുത്തും കയ്യും ഒക്കെ കുഞ്ഞുങ്ങൾക്ക് നന്നായിട്ട് എപ്പോഴും വേർക്കുന്ന ഏരിയാസ് ആണ്. അവിടെയൊക്കെ നമ്മൾ ആ വേർപ്പ് പെട്ടെന്ന് തന്നെ മാറ്റി കൊടുക്കുക കേട്ടോ. പിന്നെ ഹെവി ക്രീംസ് അവോയ്ഡ് ചെയ്യുക കേട്ടോ. ഭയങ്കര കട്ടിയുള്ള ടൈപ്പ്, അതായത് മൈൽഡായിട്ടുള്ള വളരെ തിന്നായിട്ടുള്ള അങ്ങനത്തെ കൺസിസ്റ്റൻസിയിലുള്ള ക്രീംസൊക്കെ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്യാം. പക്ഷെ നല്ല കട്ടിയുള്ള, ഒത്തിരി നേരം ഇങ്ങനെ നിൽക്കുന്ന, കുഞ്ഞുങ്ങൾക്ക് വേറെ പൊട്ടും ഉള്ളോട്ട് പോകാതെ ഒരുപാട് സമയം ബ്ലോക്ക് ചെയ്ത് വെക്കുന്ന ടൈപ്പുള്ള ഹെവി ക്രീംസ് യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ റൂം വെന്റിലേഷൻസ് ഒന്ന് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതായത് ജനല്, നമുക്ക് ഉള്ളിലേക്ക് എയർ കയറുന്നത് അല്ലെങ്കിൽ റൂമിൻ്റെ അകത്തുനിന്ന് എയർ പുറത്തേക്ക് പോകുന്ന വെന്റിലേഷൻസ് ഒക്കെ കറക്റ്റ് ആക്കി വെച്ചിട്ടാണോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. അതൊക്കെ ഒന്ന് കറക്റ്റ് ആക്കുക. ഈ ചൂട് കാലത്ത് റൂമിൽ ഫുൾ ടൈം ഇങ്ങനെ ചൂടത്ത് തന്നെ ഇരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് കുഞ്ഞുങ്ങൾക്ക് ഒരു മോചനം കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. പിന്നെയും കൂടുകയാണെന്നുള്ളൊരു പ്രശ്നത്തിലാണ് നിങ്ങൾ ഉള്ളതെന്നുണ്ടെങ്കിൽ, കുഞ്ഞുങ്ങൾക്ക് അത്രയും ഹെവി ആയിട്ട് ചൂടുകുരു വന്നാൽ അത് കളയാനുള്ള ടിപ്പ് ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് കണ്ടു നോക്കുക. എത്ര ഹെവി ആയിട്ടുള്ള ചൂടുകുരു ആണെങ്കിലും അതിൻ്റെ പാടക്കം മാറാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ടിപ്പാണ് കേട്ടോ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഹെവി ആയിട്ട് വന്നിട്ടുള്ള ചൂടുകുരുക്കൾ പോയിക്കോളും. അതുപോലെ വരാതിരിക്കാനുള്ള മാർഗ്ഗങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ അമ്മമാർ ചെയ്യുന്ന ഇത്തരത്തിലുള്ള കുറച്ച് മിസ്റ്റേക്സ്, അതായത് എത്ര ചൂടുണ്ടെങ്കിലും നല്ല ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് അല്ലെങ്കിൽ പോളിസ്റ്റർ ബേസിലുള്ള ഉടുപ്പുകൾ, അതൊക്കെ മാക്സിമം ഒഴിവാക്കുക. കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും ലൂസായിട്ടുള്ള കോട്ടൺ ഡ്രസ്സുകൾ തന്നെ യൂസ് ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ തന്നെ അവരുടെ ശരീരത്തിന് നല്ലൊരു കാറ്റും ഒരു ചെറിയൊരു ആശ്വാസമൊക്കെ കിട്ടും. അപ്പോൾ അവർക്ക് ഈ ചൂടുകുരുക്കളിൽ നിന്ന് നല്ല മോചനം കിട്ടിക്കോളൂ കേട്ടോ.
വേർപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആക്കാനും അതുപോലെ ബാക്കി എത്രത്തോളം ചൂടുകൾ ശരീരത്തിലോട്ട് വരുന്നുണ്ടെന്ന് നോക്കി അവയെ ക്രമാതീതമായിട്ട് തടുക്കാനും അമ്മമാർക്ക് പറ്റണം കേട്ടോ. അങ്ങനെ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്തായാലും കുഞ്ഞുങ്ങൾക്ക് ചൂടുകുരുവിൻ്റെ ഒരു തുടക്കമാണെങ്കിൽ പോലും അത് പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കാൻ കഴിയും. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ജസ്റ്റ് പേരൻസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ അത് കുഞ്ഞുങ്ങൾക്ക് എന്തായാലും മാറ്റം ഉണ്ടാവും. ചൂടുകുരുകൾ വരാതെ ശ്രദ്ധിക്കാം. അതുപോലെ വന്നിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ചൂടുകുരുകൾക്ക് മൊത്തത്തിൽ മാറിക്കോളൂ കേട്ടോ. അപ്പോൾ ഇനി എല്ലാവരും ഇത് ശ്രദ്ധിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത്തരത്തിലുള്ള യൂസ്ഫുൾ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.